പ്രൈസ് ഗോഡ്. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകാൽ ഈ ദൈവവചന പഠനത്തിലേക്കും പ്രവചന ശുശ്രൂഷകളിലേക്കും നിങ്ങളെ പ്രത്യേകാൽ സ്വാഗതം ചെയ്യുന്നു. നിശ്ചയമായിട്ടും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ വളരെ ശക്തമായി പിശാചിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധേയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി, ഏതാണ്ട് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി പറയുന്നു, മോഷ്ടിപ്പാനും അറുക്കാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായിട്ടും ഉണ്ടാക്കാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. 2 പേരുടെ രംഗപ്രവേശനം ഒരാളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. ഒരു ഭാഗത്ത് സാത്താൻ ഒരാളിൽ പ്രവേശിച്ചാൽ സംഭവിക്കുന്നതും, മറുഭാഗത്ത് ദൈവം ഒരുവൻ്റെ ലൈഫിൽ ഏറ്റെടുത്താൽ സംഭവിക്കുന്നതുമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവം ഒരുവൻ്റെ ലൈഫിൽ വന്നാൽ സംഭവിക്കുന്നത് അവൻ ജീവനുള്ളവനായി മാറും എന്നുള്ളതാണ്. ആ വാക്കിനെ കുറച്ചും കൂടെ വ്യക്തത വരുത്തുന്നു. സമൃദ്ധിയായ ജീവനുള്ളതായി മാറും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, ജീവിപ്പിച്ചു. മരണത്തിലായിരുന്ന നമ്മെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ് വാസ്തവത്തിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് സംഭവിക്കുന്ന രക്ഷ. ഈ രക്ഷ ജീവൻ എന്നുള്ള ഒരു പദം കൊണ്ട് അവസാനിക്കുകയല്ല, സമൃദ്ധമായ ജീവനിലേക്ക് കർത്താവ് നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പൈശാചിക പ്രവർത്തനങ്ങളെക്കുറിച്ച് 2-3 വാക്കുകളിലാണ് സംസാരിക്കുന്നത്. അതിൽ 1-ാമത്തെ വാക്ക്, അവൻ മോഷ്ടിപ്പാൻ വരുന്നു. മോഷണം പിശാചിൻ്റെ അതിശക്തമായ പ്രവർത്തന മേഖലകളിൽ ഒന്നാണ്. 2 അറുക്കുക, 3 മുടിക്കുക. വാസ്തവത്തിൽ പിശാച് ഒരുവനിൽ വന്നാൽ അറുക്കുക, മുടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. എന്നാൽ മോഷണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. സാത്താൻ എപ്പോഴും മോഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഏതു മേഖലയിലും ഒരുവന്റെ ജീവിതത്തിൽ സാത്താൻ പ്രവേശിച്ചാൽ മോഷ്ടിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ സന്തോഷം, സമൃദ്ധി, ആനന്ദം, കുടുംബജീവിതത്തിൻ്റെ സന്തോഷം, വിവാഹ ജീവിതത്തിൻ്റെ സമൃദ്ധി, മക്കളുടെ ഉയർച്ച, കുടുംബത്തിനകത്തുണ്ടായ വിജയം, വ്യക്തിപരമായിട്ടുള്ള വിജയം, ജീവിതത്തിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത അഭിമാനകരമായിട്ടുള്ള അച്ചീവ്മെന്റ്സ്, ഇവയെല്ലാം മോഷ്ടിക്കാൻ പിശാച് ആഗ്രഹിക്കുന്നു. 2 ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എങ്ങനെയാണ് സാത്താൻ മോഷ്ടിക്കുന്നത്? എന്തിനാണ് മോഷ്ടിക്കുന്നത്? എന്തിനാണ് മോഷ്ടിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ആ വാക്യത്തിനകത്ത് തന്നെ നമുക്ക് ലഭ്യമാണ്. മുടിച്ചു കളയാൻ മോഷ്ടിക്കുന്നു, അറുക്കാൻ മോഷ്ടിക്കുന്നു. ഇതിനെ വളരെ കൃത്യമായ പ്ലാനിങ്ങിലാണ് പിശാച് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും പിശാച് മോഷ്ടിച്ചതിനെ തിരിച്ചറിയാനും അതിന് മുകളിൽ ജയം നേടാനും നിങ്ങൾ പ്രാപ്തരായി മാറും എന്നുള്ളതാണ്. മോഷണം പിശാചിൻ്റെ സ്വഭാവമാണ്. ഒരു സാധനം ഒരിടത്ത് നിന്ന് മോഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുവന്റെ ജീവിതത്തിൽ ദൈവത്താൽ സംഭവിച്ച ആത്മീക അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും അതിനകത്ത് ബാധകമാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പഠിച്ചാൽ പിശാചിൻ്റെ മോഷണങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കറിയാം. സന്തോഷത്തെ എടുത്തു കളയുന്നു, സമൃദ്ധി എടുത്തു കളയുന്നു, ആനന്ദത്തെ എടുത്തു കളയുന്നു. എന്നാൽ അതിനേക്കാൾ അതിഭീകരമായ മറ്റൊന്നാണ് ആത്മലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെ എടുത്തു കളയുക എന്നുള്ളത്. വാസ്തവത്തിൽ പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ പാപത്തിൽ നിന്നും ഉയർപ്പിച്ച് ജീവനിലേക്ക് അവൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ജീവനിലേക്ക് പ്രവേശിപ്പിച്ചു, ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല, 7-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, അവൻ നമ്മെ ഉയർപ്പിക്കുകയും സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവിക നിറവിൻ്റെ ഒരു പ്രധാന സോഴ്സായിട്ടാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത്. ദൈവിക നിറവിൻ്റെ എല്ലാ സാധ്യതകളും, തൻ്റെ നിറവിൻ്റെ എല്ലാ ഒഴുക്കുകളും നമ്മുടെ ആത്മാവിൽ ദൈവം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നു. ഇതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല.
എന്നാൽ നമ്മിൽ തുറന്ന ദൈവിക സാധ്യതകളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പലപ്പോഴും പിശാച് മുതിരാറുണ്ട്. അനോയിന്റിങ് അവൻ മോഷ്ടിക്കാറുണ്ട്. ദൈവിക കൃപാവരങ്ങളെ അവൻ മോഷ്ടിക്കാറുണ്ട്. ദൈവം ഒരുവനിൽ പകർന്ന പകർച്ചകളെ മോഷ്ടിക്കാറുണ്ട്. പലപ്പോഴും നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. നിശ്ചയമായിട്ടും ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രവചന ദൂതായി തന്നെ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പിശാച് കവർച്ച ചെയ്തതിനെ ദൈവം ഇന്ന് രാത്രിയിൽ തിരികെ തരാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭാഗം കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. എങ്ങനെയാണ് ഇവൻ ഇതിനെ മോഷ്ടിക്കുന്നത്? വീക്കാക്കുക എന്നുള്ളത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ്. എന്തിനാണ് അവൻ അത് മോഷ്ടിക്കുന്നത്? കുറച്ചും കൂടെ കൃത്യതയുള്ള ഉത്തരം തന്നാൽ, സാത്താൻ അവൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നത് നമുക്കനുവദിക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ പദവികൾ മോഷ്ടിക്കുന്നതിലൂടെയാണ്. വളരെ ശക്തമാണ് ആ സെന്റൻസ്. സാത്താൻ അവൻ്റെ അധികാരം വർദ്ധിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ട പദവികളെ മോഷ്ടിക്കുന്നതിലൂടെയാണ്. ഞാൻ ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷകളിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സാത്താൻ കവർച്ച ചെയ്തത് യേശുവിൻ നാമത്തിൽ നിങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. അത് കൃപാവരങ്ങളായിക്കോട്ടെ, സാമ്പത്തിക അഭിവൃദ്ധികളായിക്കോട്ടെ, വിശുദ്ധ ജീവിതമായിക്കോട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തും ഇന്റിമസിക്കകത്തും നിങ്ങൾ പ്രാപിച്ച ദൈവിക ദൂതുകളും നിയോഗങ്ങളുമായിക്കോട്ടെ, യേശുവിൻ നാമത്തിൽ അതിന്ന് നിങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ഈ മോഷണം ചെയ്തതിനെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് കവരാൻ കഴിയുക? ഞാൻ ആ വാക്ക് രസകരമായി പറഞ്ഞാൽ തിരിച്ചു മോഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനെ മോഷ്ടിക്കുക എന്നല്ല വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. വചനം അതിനെ വിളിക്കുന്നത് നാം ബലാത്കാരികൾ ആകുക എന്നുള്ളതാണ്. ബൈബിൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പിശാച് ബലവാനാണ്. എന്നാൽ ആ ബലവാന്റെ കയ്യിലിരിക്കുന്ന കോപ്പിനെ കൈവശമാക്കാനുള്ള ബലാത്കാരത്തിൻ്റെ അഭിഷേകം ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ദൈവസാന്നിധ്യത്തിൽ മുട്ടുമടക്കാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, പൈശാചിക ലോകം പിടിച്ചടക്കിയതിനെ തിരികെ കൊണ്ടുവരാൻ അവൻ്റെ ബലാത്കാരത്തിൻ്റെ അഭിഷേകം അവൻ നിങ്ങളിൽ പകരാൻ ആഗ്രഹിക്കുന്നു. ക്ഷീണിച്ചും മടുത്തും തളർന്നും പോയ ചിലരോട് ഒരു പ്രവചന ദൂതായി ഞാൻ പറയാം, നിങ്ങളിൽ നടന്ന കവർച്ചകൾ യേശുവിൻ നാമത്തിൽ അവസാനിക്കുകയാണ്. താങ്ക് യു ജീസസ്. നിങ്ങളിൽ നടന്ന കവർച്ചകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നു കൊണ്ട് ഈ ദൈവശബ്ദം കേട്ടാലും, നിങ്ങൾ കുടുംബസ്ഥനാകാം, ഒരുപക്ഷെ ബാച്ചലർ ലൈഫിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ കവർച്ച ചെയ്ത സമാധാനത്തെ അവൻ മടക്കിത്തരാൻ ആഗ്രഹിക്കുന്നു. പിശാച് ഒരാളിൽ കവർച്ച ചെയ്താൽ അനുഭവിക്കുന്ന 2-3 കൂട്ടം അടയാളങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ജീവിത ലക്ഷ്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ജീവിച്ചിട്ട് പ്രയോജനമില്ല, മുൻപിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, മുൻപിലോട്ട് ഗതി പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന തോന്നൽ ഉണ്ടാക്കുക. 2, മുൻപിലേക്കുള്ള എല്ലാ ലക്ഷ്യങ്ങളും പരാജയപ്പെടുക എന്നുള്ളതാണ്. നിശ്ചയമായും ഞാൻ നിങ്ങളോട് ഒരു പ്രവചന ദൂതിലൂടെ സംസാരിക്കാം. നിങ്ങളുടെ മോഷണങ്ങളെ ദൈവം അവസാനിപ്പിക്കുകയും ജീവനും ജീവന്റെ സമൃദ്ധിയിലേക്കും അവൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ യാത്രകളിലോ നിങ്ങളിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പൈശാചിക ലോകത്തിന് ബലം നൽകുന്ന, പൈശാചിക ഗ്രേഡുകളെ വർദ്ധിപ്പിക്കുന്ന, സാത്താൻ അവൻ്റെ അധികാരത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന പൈശാചിക അധികാരങ്ങളെ നിങ്ങളുടെ നന്മകൾ മോഷ്ടിക്കുന്നതിലൂടെ അവൻ കവർച്ച ചെയ്തത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. വിശ്വസിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ 1 മിനിറ്റ് പ്രാർത്ഥിക്കുക. യേശുവിൻ അധികാരമുള്ള നാമം ചൊല്ലി, പിതാവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ മരണത്തിൽ നിന്നും അവർ ജീവനിലേക്ക് പ്രവേശിക്കട്ടെ. മോഷ്ടിക്കാൻ അവരുടെ കൂടാരങ്ങളിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വന്ന പൈശാചിക സ്രോതസ്സുകളെ ഞാൻ യേശുവിൻ നാമത്തിൽ പരാജയപ്പെടുത്തി സമൃദ്ധിയായ ജീവനിലേക്ക് അവർ പ്രവേശിക്കട്ടെ. ജീവിക്കാനുള്ളൊരു താല്പര്യം, ജീവിക്കാനുള്ള ജീവിതം, ജീവിക്കാനുള്ള ആഗ്രഹം അകത്ത് വെളിപ്പെട്ടു വരട്ടെ. നിന്നെടുത്ത്, പരാജയപ്പെട്ടെടുത്ത്, തോറ്റുപോയെടുത്ത് യേശുവിൻ നാമത്തിൽ അവർ ജയിച്ച് കയറട്ടെ. പ്രാർത്ഥിച്ച് ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
തുടർമാനമായി ദൈവത്തിൻ്റെ വചനവും ദൈവവചന പഠനവും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. നിശ്ചയമായിട്ടും ഇതിൽ തുടരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.